വർണ്ണിക്കും. പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ സ്തുതിക്കും. നിന്നത്ഭുതങ്ങളെ ഒക്കെയും ഞാൻ വർണ്ണിക്കും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. നിന്നിൽ സന്തോഷിച്ച് ഉല്ലാസിക്കും. നിന്റെ നാമത്തെ ഞാൻ കീർത്തിച്ചിടും. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. അത്യുന്നതനായുള്ളോവേ, സിയോനിൽ വസിക്കുന്നോനെ, രാജാതിരാജാവായോനെ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ അതിമഹത്വ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരു ദൈവ പൈതൽ യഥാർത്ഥത്തിൽ കർത്താവ് തന്നോട് പറഞ്ഞ ആലോചനയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതിയെ മനസ്സിലാക്കിയാൽ അതിനുവേണ്ടി നിലനിൽക്കണം. സാഹചര്യങ്ങൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് അനുകൂലമാകണമെന്നില്ല. പക്ഷേ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി താൻ നിലനിൽക്കുന്നുവെങ്കിൽ ദൈവജനം പറയുക, ആ വ്യക്തി ഇതുവരെ കാണാത്ത അത്ഭുതങ്ങളെ കാണും. കർത്താവ് ആ ദേശത്തിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിയിലൂടെ ചെയ്യുവാനിടയാകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് സംസാരിച്ചു എന്ന വ്യക്തതയുള്ള പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ സാഹചര്യങ്ങളെ പ്രതിയാണ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. എന്നാൽ ആരാണോ ധൈര്യത്തോടെ ദൈവത്തിന് മുൻപിലായിരിക്കുന്നത് അവർ ചിലത് ശ്രേഷ്ഠമായി കാണും. ഇന്നത്തെ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനയാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. If you read Hebrew chapter 11 verse 23, എബ്രായർ 11:23 വായിക്കുമ്പോൾ, let's turn to that scripture. By faith Moses, after his birth, he was hidden for 3 months by his parents because they saw he was a beautiful and divinely favored child. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. ശ്രദ്ധിച്ചേ വിശ്വാസത്താൽ. ആ വാചകം പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 2 അവിടെ എഴുതിയിരിക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ചു, ഒരു കൊച്ചുണ്ടായി, ആ കൊച്ചു സുന്ദരനെന്ന് കണ്ടു എന്നാണ്. പക്ഷേ എബ്രായ ലേഖകൻ എഴുതുമ്പോ എബ്രായ ലേഖകൻ പറയുക വിശ്വാസത്താൽ. ആ വാചകം അവിടെ ഇല്ല. They saw by faith. അവർ വിശ്വാസത്താൽ കണ്ടു. What they saw? എന്താണ് അവർ കണ്ടത്? They saw the beauty of that child. ആ ശിശുവിന്റെ സൗന്ദര്യത്തെ അവർ കാണുവാനിടയായി. They saw by faith. അവർ വിശ്വാസത്തിലാണ് അത് കണ്ടത്. What is mean by faith? എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? Can you give a definition of faith? നിങ്ങൾക്ക് വിശ്വാസത്തിന്റെ ഒരു ഡെഫിനേഷൻ പറയാനായി സാധിക്കുമോ? It is a faith is an assurance or confirmation of the things hoped for. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയാനിടയാകുന്നത്. What is faith? എന്താണ് വിശ്വാസം? Faith is a confirmation. Faith is an assurance. Faith is a title deed for the things hoped for. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിന്റെ ഉറപ്പിനെയാണ് വിശ്വാസം എന്ന് പറയാനിടയാകുന്നത്. Do you understand what I'm saying? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്താണ് പറഞ്ഞതെന്ന്? ഞാൻ പ്രത്യാശിക്കുന്നതിനെ കുറിച്ചുള്ള ഉറപ്പാണ് വിശ്വാസം. So when the mother of Moses saw the child Moses, she saw something supernatural in that child. What she hoped for that nation. ആ രാജ്യത്തിനു വേണ്ടി അവൾ കണ്ട സ്വപ്നം മുഴുവനും അവളിലെ കയ്യിലെ കൊച്ചിൽ അവൾക്ക് കാണാൻ കഴിഞ്ഞു. അവള് പറഞ്ഞു, ഞാൻ ഈ കൊച്ചിനെ പിശാചിന് കൊടുക്കത്തില്ല, എറിഞ്ഞു കളയത്തില്ല. ഐ വിൽ ഹോൾഡ്, ഞാൻ ഇതിനെ സൂക്ഷിക്കും. I am joyfully preaching today. വളരെ സന്തോഷത്തോടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോ
see through faith. ആ പ്രശ്നത്തെ വിശ്വാസത്തെ കാണണം. കാണാൻ തുടങ്ങുമ്പോ അതിനകത്ത് ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള നീ ആശിക്കുന്ന ശുഭഭാവിയെ അതിനകത്ത് നിനക്ക് കാണാനായി കഴിയും. അതിന്റെ പേരാ വിശ്വാസം. പ്രശ്നങ്ങൾ കൈ കിട്ടുമ്പോ അയ്യോ അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നവർക്കല്ല കാണാൻ കഴിയുന്നത്. പ്രശ്നം കൈ കിട്ടുമ്പോ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോ നീ കാണണം, ഇതിൽ എന്റെ ശുഭ ഭാവിയെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ തുടങ്ങിയാൽ അയാളുടെ ലൈഫ് സക്സസ് ആകാൻ തുടങ്ങും. Do you know one thing? നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? I was thinking Moses was the person who stepped for God first. ഞാൻ ചിന്തിച്ചിരുന്നത് മോശയാണ് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ആദ്യമേ കാലുവെക്കാൻ ഇടയായത്. Now I know Moses is the second person who is executing his will in this earth. Moses' mother was the first person who executed his will on this earth. ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തീകരിച്ചത് മോശ ആയിരുന്നില്ല ആദ്യമേ ചെയ്യുവാനിടയായിരുന്നത്. പിന്നെയോ മോശയുടെ അമ്മയാണ് ദൈവത്തിന്റെ ഹിതം ഈ ഭൂമിയിൽ നിവർത്തീകരിക്കാൻ ആദ്യമായി സ്റ്റെപ്പ് വെക്കാനിടയായത്. She saw the beauty of the plan of the plan, beauty of God's plan. That's why she stepped. അവൾക്ക് ദൈവത്തിന്റെ That's why Moses born. Amen. അവൾക്കൊരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ പദ്ധതിയുടെ സൗന്ദര്യം അവൾ മനസ്സിലാക്കിയിട്ട് അവൾ ഒരു ചൂടുവെക്കുവാനിടയായി. അതാണ് മോശയുടെ ജനനം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ആ പ്രതിസന്ധിയുടെ നടുവിൽ നിങ്ങൾ നശിക്കുന്നതല്ല കാണേണ്ടത്. അതിനകത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടി ഉണ്ട്, സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഒന്ന് കാണാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളോട് പറയാം, ആർക്കും നിന്നെ തൊടാൻ കിട്ടത്തില്ല, ആരും നിന്നെ തൊടത്തില്ല, ആരും നിന്നെ നശിപ്പിക്കത്തില്ല. Come on church, തുള്ളിച്ചാടി ഒരു ഹല്ലേലൂയ പറ. ലതരകബ രകസലകരകബ രസലകരകബ രകസലകബ. ശബ്ദം ഉയർത്തി പറ. ഹലബരചലികോതോ റംസനനകസിലിയോതോ രസലകരബ. That means mother of Moses saw the plan by the faith of God. വിശ്വാസ കണ്ണിൽ മോശയുടെ അമ്മ ദൈവത്തിന്റെ പദ്ധതി എന്തോന്ന് കാണുവാനിടയായി. You have to see your problem through the eyes of faith. വിശ്വാസ കണ്ണിലൂടെ നിന്റെ പ്രശ്നത്തെ നീ കാണുവാനായി തുടങ്ങണം. Then you will see the beauty of God behind your problems. അതിനു പിന്നിൽ, നിന്റെ പ്രശ്നത്തിന് പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ സൗന്ദര്യത്തെ നീ അപ്പോൾ കാണുവാനായി സാധിക്കും. That is the beginning point of your successful life. നിന്റെ വിജയകരമായ ജീവിതത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. Can I ask a question? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ? Moses' mother carried, the third time she carried. മൂന്നാമതാണ് അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനിടയായത്. The pregnancy we can't hide. ഗർഭിണിയായിരിക്കുന്ന ഒരിക്കലും മറച്ചു വെക്കാനായി സാധിക്കത്തില്ല. This is the third baby. അത് കാരണം അവളുടെ മൂന്നാമത്തെ പൈതലാണ്. So first baby maybe a small stomach. ആദ്യത്തെ കുഞ്ഞിന് ചിലപ്പോൾ ചെറിയൊരു വയറായിരിക്കാം ഉണ്ടായിരിക്കുക. Second one, third one, big like that. രണ്ടാമത്തെ മൂന്നാമത്തെ ആകുമ്പോൾ കുറച്ചും കൂടെ വലുതായിക്കൊണ്ടിരിക്കുക. The third one. ഇത് മൂന്നാമത്തെയാണ്. Everyone knows she carried. എല്ലാവർക്കും അറിയാം ഗർഭിണിയാണെന്ന്. Listen to me very carefully. എന്നെ ശ്രദ്ധയോടെ നിങ്ങൾ കേട്ടാട്ടെ. Maybe her mother-in-law and come and give a solution for her. ചിലപ്പോൾ അവരുടെ അമ്മായിമ്മ വന്നിട്ട് അവർക്കൊരു പരിഹാരം പറഞ്ഞു കൊടുത്തിരിക്കാം. Look, if it's a baby boy, throw it away. ഇത് ആൺ പൈതലാണെങ്കിൽ അതിനെ എറിഞ്ഞു കളയുക. Because you have already two. കാരണം നിനക്ക് ഇപ്പോൾ തന്നെ രണ്ടുപേരുണ്ട്. If you hide this, they will kill you and your child. ഇതിനെ നീ മറച്ചു വെക്കുകയാണെങ്കിൽ അവർ നിന്നെ, ആൺകുഞ്ഞാണെങ്കിൽ അവർ നിന്നെ കൊന്നുകളയും, നിന്റെ മക്കൾക്ക് അമ്മ ഇല്ലാതാകും. Maybe
അവരുടെ അമ്മായിപ്പം വന്ന് പറഞ്ഞോണം, മോളെ 2 ഉണ്ടല്ലോ, സമാധാനിക്കടി, അത് പോണേ പോട്ടെ, അതിനെ കള, നീ ജീവനോട് ഇരിക്കുന്നതും ബാക്കി 2 കൊച്ചുങ്ങൾക്ക് അമ്മയുണ്ടാകുന്നതും ഓടി എനിക്ക് വലുത് എന്നാരെങ്കിലും പറഞ്ഞു കാണൂ? ഒറ്റ മിണ്ടിടില്ലേ? പറഞ്ഞു കാണോ ഇല്ലയോ? But she refused to listen it. അവൾ അത് കേൾക്കുന്നതിനെ നിരാകരിച്ചു. He refused to hear from and he refused to receive solution from the world. ഈ ലോകത്തിൽ നിന്നുള്ള സൊല്യൂഷനെ അവൾ നിരാകരിക്കുകയാണ് ചെയ്തത്. She stand for God's will. അത് അവൻ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി അവൾ നിന്നു. എന്തും വരട്ടെ, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുക. ആമേൻ ജീസസ്. അതാണ് ഒരു മോശ ജനിക്കാനുള്ള കാരണം. ആമേൻ. പറ, അതാണ് ഒരു മോശ. എന്തും വരട്ടെ, പള്ളിക്കാര് പുറത്താക്കട്ടെ, മതം എന്നോട് എതിർക്കട്ടെ, 2 തല്ല് കിട്ടട്ടെ, ഏത് സാഹചര്യം വരട്ടെ, അപമാനം വരട്ടെ, പഴി വരട്ടെ, എന്തോ വരട്ടെ, ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി നിൽക്കും. അവിടെ ഒരു മോശ ജനിക്കും. അവിടെ ഒരു മോശ ജനിക്കും. He refused to accept the worldly solutions. ഈ ലോകപരമായ സൊല്യൂഷനെ അവൾ സ്വീകരിക്കാതെ നിരാകരിക്കുക അത്ര ചെയ്തത്. He take a decision to stand against the Pharaoh, the king Pharaoh. ഫറവോനെതിരായി നിൽക്കുവാൻ അവൾ ഒരു തീരുമാനമെടുത്തു. Because he is a slave there, but she stand against the king over there. അവൾ അവിടുത്തെ അടിമയായിരുന്നു, എന്നിട്ടും അവൾ അവിടുത്തെ രാജാവിന് എതിരായി നിൽക്കാൻ. The audacity of the faith. അതാണ് വിശ്വാസത്തിന്റെ അഡാസിറ്റി എന്ന് പറയാനിടയാവുന്നത്, പൂർണ്ണത എന്ന് പറയാനിടയാവുന്നത്. വിശ്വാസത്തിന്റെ വീര്യം എന്ന് പറയും. Hallelujah. That means the reveal the purpose of God. Give her the will of God. Give her and the plan of God. Gave her a strength in the heart. That is the power of God working in us now. ദൈവത്തിന്റെ പദ്ധതി അവിടെ ഉള്ളിൽ അവർക്കൊരു ബലം കൊടുത്തു. ആ ദൈവശക്തിയാണ് അവിടെ ഉള്ളിൽ ക്രിയ ചെയ്യാനായത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ആരെങ്കിലും ദൈവത്തിന്റെ ഉദ്ദേശം ഇതാന്ന് മനസ്സിലാക്കി നിന്ന് അയാളെ ഈ ലോകം മുഴുവൻ ഇളകി വന്നാലും ഒരു ചുക്കും ചെയ്യത്തില്ല, അയാളെ കുലുക്കാൻ കഴിയത്തില്ല. അയാളുടെ കൂടെ ദൈവം നിന്നിട്ട് പറയും, ഞാൻ ഇവന്റെ കൂടെ നിൽക്കും. രാജ്യങ്ങൾ ഇളകട്ടെ, രാജാക്കന്മാർ ഇളകട്ടെ, സാഹചര്യം ഇളകട്ടെ, ഇവനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. If you read Daniel chapter 6 verse 9, 6:9 വായിച്ചാൽ we can see Daniel stand for God. ദാനിയേൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന കാണാനായി സാധിക്കും. He staggered not. അവന് വിശ്വാസത്തിന് വേണ്ടി ആടിപ്പോയില്ല. Staggered not. അവൻ ആടിപ്പോയില്ല. Instead of that, he praised God and stand for the faith. അതിന് പകരമായിട്ട് അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ വിശ്വാസം നിൽക്കുവാനിടയായി. ദാനിയേലിനെ സിംഹക്കുഴിയിൽ എറിയാനേ പറ്റിയുള്ളൂ, പക്ഷെ അവനെ തൊടാൻ പറ്റിയില്ല. നിന്നെ ചിലര് എറിഞ്ഞെന്ന് വരാം, തൊടാനൊക്കത്തില്ല. നിന്നെ ചിലര് പറഞ്ഞെന്ന് വരാം, തൊടാനൊക്കത്തില്ല. ഒരു രാജ്യം മുഴുവൻ എതിർത്തെന്ന് വരാം, തൊടാനൊക്കത്തില്ല. ദൈവ ഇഷ്ടത്തിനു വേണ്ടി ആരെങ്കിലും നിന്ന അയാളെ ഒരാൾക്കും തൊടാൻ കഴിയുകയില്ല. അതാണ് ക്രിസ്തീയത. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, എണ്ണയിലിട്ടിട്ട് വറത്തില്ല, പിന്നെ നിന്റെ ഈ ചിപ്പ പരിപാടി എന്ന് പറ. അടുത്ത് പറ അടുത്തിരിക്കുന്നവരോട്, എണ്ണയിലിട്ടിട്ട് വറുത്തിട്ട് നടന്നില്ല, പിന്നാണോ നിന്റെ പരിപാടിയും ചോദിക്കുക. Can I say one thing? ഞാനൊരു കാര്യം പറയട്ടെ. We can see only one name, only one family name in the beginning of Exodus. പുറപ്പാട് പുസ്തകം തുടങ്ങുന്ന സമയത്ത് ഒരു പേരാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. That's the name of the Moses father's family. അത് മോശയുടെ പിതാവിന്റെ പേരാണ് നമ്മൾ കാണാനായി. Why it's brought out?
എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വന്നത്? So simple. അത് നിസ്സാരമാണ്. They stand for God's will. അത് ദൈവത്തിന്റെ ഹിതത്തിനു വേണ്ടി അവർ നിൽക്കുവാനിടയായി. Can I say one thing? ഞാൻ നിങ്ങളോട് കാര്യം Can പറയട്ടെ? I prophesy to you? ഞാൻ നിങ്ങളോട് പ്രവചിക്കട്ടെ? You are going to make history. You are make history through standing for God's will. ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചരിത്രം സൃഷ്ടിക്കുന്നവരായി മാറാനായി പോകുന്നു. Raju sister, you are going to shine for God. രാജശേഷ നിങ്ങൾ ദൈവത്തിന് വേണ്ടി തിളങ്ങാനായി In പോകുന്നു. few years you are going to the world and preach the gospel for the world. നീ ചെറിയ വർഷത്തിനകത്ത് വെച്ച് നീ ലോകമെമ്പാടും പോയി ദൈവത്തിന്റെ God is rising people, those who are stand for Him. ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. God is rising people, those who are stand for Him. അവന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. Say church, amen. ആമേൻ. Say, you are going to be a history. നീ ഒരു ചരിത്രമാകാനായി പോകുന്നു. You are going to be a history. നീ ഒരു ചരിത്രമാകാനായി പോകുന്നു. How can you become a history? എങ്ങനെയാണ് നിനക്കൊരു ചരിത്രമാകാനായി If you read Proverbs chapter 11 verse 9 says, പ്രൊവേർബ് 11:9 പറയുന്നു, through knowledge, through the discernment, the righteous will rescue. ജ്ഞാനത്താലും വിവേകത്താലും നീതിമാന്മാർ വിടുവിക്കപ്പെടുന്നു എന്ന് പറഞ്ഞേ. ജ്ഞാനത്താലും വിവേകത്താലും നീതിമാന്മാർ വിടുവിക്കപ്പെടുന്നു. How can you receive wisdom? എങ്ങനെയാണ് നിങ്ങൾക്ക് ജ്ഞാനം സ്വീകരിക്കാൻ പറ്റുക? How, if you ready to sit with the word, നിങ്ങൾ ദൈവവചനത്തോടൊപ്പം ഇരുന്നാൽ you can receive the knowledge. ദൈവത്തിന്റെ ജ്ഞാനത്തെ നിങ്ങൾക്ക് പ്രാപിക്കാനായി സാധിക്കും. Listen this statement. ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് കേട്ടാട്ടെ. I received from this statement from the word God. ഞാൻ ദൈവത്തിൽ നിന്നാണ് ഈ വാക്യം When I കേൾക്കുവാനിടയായത്. was in the presence, ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ God spoke to me. ദൈവം എന്നോട് പറഞ്ഞു, When if you're ready to sit with the word in your circumstances, നിന്റെ സാഹചര്യത്തെ ദൈവവചനമായി നീ ഇരിക്കാൻ റെഡിയായാൽ you receive confidence. നിനക്ക് ഉറപ്പ് പ്രാപിക്കാനായി ഇടയാകും. When you are in that confidence, നിങ്ങൾ ആ ഉറപ്പിലായിരിക്കുമ്പോൾ you will get into a discernment. നീ ഒരു ഡിസേൺമെന്റ് വിവേചനത്തിലേക്ക് നീ എത്തും. When you are in the discernment, നീ ആ വിവേചനത്തിൽ എത്തുമ്പോൾ you will have a audacity of faith. നിനക്ക് വിശ്വാസത്തിന്റെ ധീരത നിന്നിൽ ഉളവാകും. It will change your whole situations. അത് നിന്റെ Amen. സർവ്വ സാഹചര്യത്തെ മാറ്റുവാനിടയാകും. വിശ്വാസത്തിന്റെ വീര്യമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ദേശത്തൊരു അത്ഭുതമാകും. അല്ല, നിങ്ങൾ നിമിത്തം ആ ദേശം അത്ഭുതത്തെ കാണും. ആമേൻ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിന്റെ പേര് റെനി അലക്സ് എന്നാണ്. എരുമേലിൽ നിന്നാണ് കടന്നു വരുന്നത്. സിസ്റ്ററിന് ഒരു മാസത്തിന് മുൻപ് 12 പവന്റെ സ്വർണം കാണാതെയായെന്നാണ് പറയുന്നത്. എന്നാൽ 12 പവന്റെ സ്വർണം കാണാതെയായി. വീട്ടിൽ പലയിടത്തും തപ്പി, എന്നിട്ട് അത് കിട്ടിയില്ല. പ്രെയർ ലൈനിൽ പല പ്രാവശ്യമായിട്ട് വിളിച്ചു. എന്നാൽ ഇന്ന് സിസ്റ്റർ നമ്മുടെ ചർച്ചിലേക്ക് മീറ്റിങ്ങിന് വരുവാനായി റെഡി ആയപ്പോൾ, എന്നാൽ ഒന്നും കൂടി ഒന്ന് നോക്കിയേക്കാം എന്നുള്ള വിശ്വാസത്തോടെ സിസ്റ്റർ അലമാരിയിൽ തുറന്നപ്പോൾ തന്നെ ആ 12 പവന്റെ സ്വർണം അവിടെ ഉണ്ടെന്നാണ് സാക്ഷി. സിസ്റ്റർ നേരത്തെ ഇപ്പൊ നോക്കിയില്ലായിരുന്നോ? നോക്കി, 3 അലമാരി നോക്കി, അതിൽ 3-ലില്ല. എന്നാ മോളും മമ്മിയും പറഞ്ഞു മോൻ്റെ അലമാരിലൊന്ന് നോക്കാൻ പറഞ്ഞു. അതിലൊന്ന് ജസ്റ്റ് അതിൽ കാണത്തില്ലെന്നായിരുന്നു എൻ്റെ വിശ്വാസം. ഇന്ന് ഏതായാലും ഇങ്ങോട്ട് വരുമല്ലോ, അതിലൊന്ന് നോക്കാമെന്നും പറഞ്ഞ് നോക്കിയപ്പോൾ അതിലിരിപ്പുണ്ട്. അപ്പം നേരത്തെ അവിടെയാണോ വെച്ചതെന്ന് അറിയത്തില്ല. ഇല്ല, ഹസ്ബൻഡായിട്ട് വഴക്കായിരുന്നു എപ്പോഴും. അപ്പം പുള്ളിയെ പേടിച്ച് ഞാൻ മാറ്റിക്കൊണ്ട് വെച്ചിരുന്ന. കാണാതെ പോയ ഒരു സാധനം കണ്ടു കിട്ടി. കർത്താവ് ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെന്നാട് സിസ്റ്ററെ. ഇത് ആശാ ബിബിൻ, മോൻ്റെ പേര് ബിജിനേഷ്. മോന് ചെറുപ്പം മുതൽ ഓട്ടിസം ഉണ്ട്. അവന് എപ്പോഴും ബോധം കെട്ട് വീഴുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 2 തവണ അടുപ്പിച്ച് ബോധം കെട്ട് വീണു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ടെസ്റ്റ് എല്ലാം നടത്തി. അതിൻ്റെ ഇടയ്ക്ക് അവർ ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല, ടെസ്റ്റ് എല്ലാം നോർമലായി എന്നാണ് സാക്ഷ്യപ്പെടുന്നത്. സിസ്റ്റർ, എത്ര വയസ്സുണ്ട് മോന്? മോന് അടുത്ത മാസം 22 ആവും. 22 വയസ്സുള്ള മോനാണ്. ജനിച്ചന്ന് മുതലുള്ള പ്രയാസമാണോ? എന്ന് മുതലായി പ്രയാസം തുടങ്ങിയത്, ബോധം കെട്ട് വീഴുന്നത്? അതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1 വർഷമാകുമ്പം വീഴുമായിരുന്നു. പിന്നെ ഏപ്രിൽ മാസം 2 ദിവസം അടുപ്പിച്ച് വീണു. അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പം ബ്രദർ പറഞ്ഞു ഒരു കുഴപ്പവും വരത്തില്ല. ഏപ്രിൽ മാസത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് യാതൊരു പ്രയാസവും ഇല്ല. ECG എടുത്തു, ഹോൾട്ടർ ടെസ്റ്റ്, CT സ്കാന്
എല്ലാം എടുത്താലും എല്ലാം നോർമലായിരുന്നു. അപ്പൊ ഈ 22 വർഷത്തോളം ഈ മോന് പ്രയാസം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ബോധം കെടുന്ന ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുമായിരുന്നു. പിന്നെ ഇങ്ങനെ ഡിസബിലിറ്റി ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ സിസ്റ്റർ പറയുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം ഈ കുഞ്ഞിന് ചെറിയ പ്രയാസമുണ്ട്. എന്നാൽ ബോധം കിട്ടി വീഴുന്ന ഒരു പ്രശ്നം കൂടെ ഈ മോനുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇത്രയും നാളുകളായിട്ട് യാതൊരു പ്രയാസവും ഇല്ല. അതിൽ നിന്ന് കർത്താവ് വിടുവിച്ചെന്നാണ് പറയുന്നത്. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. സിസ്റ്ററെ, ഈ അമ്മയുടെ പേര് കുഞ്ഞമ്മ, കുമരകത്ത് നിന്ന് വരുന്നു. അമ്മയുടെ മകൻ റെനീഷിന് 5 വർഷമായി ജോലി ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പ്രാർത്ഥനയുടെ ഫലമായി മകന് ബാംഗ്ലൂർ ജോലി കിട്ടിയെന്നാണ് ഇപ്പൊ സാക്ഷ്യം പറയുന്നത്. 5 വർഷമായിട്ട് ജോലി ഇല്ലായിരുന്നു. എന്നാ ഒന്ന് അമ്മ പ്രാർത്ഥിച്ചത്? വർഷമായിട്ട് പിന്നെ ഓരോ ബിസിനസ്സിനായിട്ട് അങ്ങോട്ട് പോയിട്ട് അതിനൊരു ഇത് നേട്ടം ഇല്ലായിരുന്നു. അമ്മ എന്നാ ഒന്ന് പ്രാർത്ഥിച്ചത്? ഞാൻ വന്ന് കഴിഞ്ഞ വർഷം ഇവിടെ പ്രാർത്ഥന വെച്ചില്ലായിരുന്നു. ഞാൻ അഞ്ജലിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കോവിഡിന് മുന്നേ. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ഇല്ലാഞ്ഞാണ് പിന്നെ പോവാൻ. ഇപ്പൊ മോന് ജോലി കിട്ടി. കർത്താവ് ചെയ്തതിനായി നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്. ഈ സിസ്റ്റർ കഴിഞ്ഞ പബ്ലിക് മീറ്റിംഗിൽ, തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗിൽ വെച്ച് ഉണ്ടായ അത്ഭുത സാക്ഷ്യമാണ് ഇവർക്ക് പറയാനുള്ളത്. 13 വർഷമായി ഈ സിസ്റ്റർക്ക് ഷോൾഡറിലെ മസിൽസിനകത്ത് പെയിൻ ആയിരുന്നു. ഡോക്ടറെ കാണിച്ചു, ഫിസിയോതെറാപ്പി ചെയ്തു, ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസത്തെ തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗിൽ ബ്രദർ പ്രാർത്ഥിച്ചു. ആ നിമിഷം തന്നെ വേദന വിട്ടുമാറിയെന്ന് സിസ്റ്റർ തന്നെ പറഞ്ഞേട്ടെ. തോളിന് വേദനയായിരുന്നു. എനിക്ക് 10th പഠിക്കുമ്പോൾ തുടങ്ങിയതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയത്. 13 വർഷമായി. ഇവിടെ മസിൽസിൽ ഭയങ്കരമായിട്ട് പെയിൻ വരും. ഓക്കെ. പിന്നെ കഴുത്ത് തിരിക്കാൻ പറ്റില്ല, കൈ ഇങ്ങനെ പൊക്കാൻ പറ്റില്ല. കഴുത്ത് തിരിക്കാൻ ഒക്കത്തില്ല, കൈ പൊക്കാൻ പറ്റത്തില്ല. ഭയങ്കര പെയിൻ വരും. അതന്ന് മാറി. കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. മസിൽ പെയിൻ എന്ന് പറഞ്ഞപ്പോൾ തീർന്നതെന്ന് നമുക്ക് തോന്നി. പക്ഷെ ഇത് കുറച്ച് കട്ടിയുള്ള കാര്യമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായതാ. ഫിസിയോതെറാപ്പി ചെയ്തു, മാറ്റം ഉണ്ടായില്ല. കൈ പൊക്കാൻ പറ്റില്ല, കഴുത്ത് ഇരിക്കാൻ പറ്റില്ല. കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി. താങ്ക് യു ബ്രദർ. ഒരു സാക്ഷ്യം കൂടെയുണ്ട്. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഓക്കെ. ഇവർക്ക് 5 വർഷം മുൻപ് നടന്ന ഒരു അത്ഭുത സാക്ഷ്യം പറയാനായിട്ട് അവരായിരിക്കുന്നത്. ഈ ബ്രദറിന് 5 വർഷം മുൻപ് ബാക്ക് പെയിൻ വളരെയധികം വേദനയാൽ ഭാരപ്പെട്ടിരുന്നു. എന്നാൽ 5 വർഷം മുൻപ് നടന്ന തൃശ്ശൂർ പബ്ലിക് മീറ്റിംഗ് വെച്ച് അനു ബ്രദറിന് വേണ്ടി ജോൺ ബ്രദർ പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം അത്ഭുതമായ ഒരു സൗഖ്യം ഉണ്ടായെന്നാ പറഞ്ഞേ. ആ ബാക്ക് പെയിൻ പൂർണ്ണമായി സൗഖ്യമായി. ഈ വർഷം വരെയും ആ ബാക്ക് പെയിൻ ഭാരം പൂർണ്ണമായി മാറി എന്നാ പറയുന്നത്. 5 വർഷം മുമ്പ് നടന്നതാണ് അനൂപ് അല്ലേ? ഓക്കെ. 5 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. അതെ, ഞാൻ ഇത്ര ചെറുപ്പത്തിൽ ബാക്ക് പെയിൻ വന്നാൽ എങ്ങനെയാണ് മുന്നോട്ട് പോകാന്നൊക്കെ ചിന്തിച്ചിരുന്നു. എൻ്റെ ഒരു ഹീറോ ഹോണ്ട ഗ്ലാമർ ബൈക്ക് ഓടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്ന് ഞാൻ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഓടിച്ച് നടക്കുന്നു. ദൈവം ചെയ്ത അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ അത്ഭുതങ്ങളെ കാണുമ്പോൾ അത് എന്നോട് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചിട്ടാണ്. ദൈവവചനത്തിൻ്റെ ഉറപ്പിനെയാണ് അതെന്നോട് സംസാരിക്കുന്നത്. ദൈവവചനം പ്രസംഗിക്കുന്നിടത്തൊക്കെയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഉണ്ടായിരുന്നു. കാരണം എന്താണ്? ആ ദൈവവചനത്തെ ഉറപ്പിച്ചതാണ്. പലപ്പോഴും ഇവരായിരിക്കുന്ന ആരാധനകളിൽ കർത്താവ് തൻ്റെ പ്രവൃത്തിയെ ചെയ്യുമ്പോൾ ദൈവം തൻ്റെ ശ്രേഷ്ഠതയെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലും ആ സാന്നിധ്യം ചലിക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും അത് നിങ്ങളുടെ ലൈഫിനെ പൂർണ്ണമായി മാറ്റും. അസാധ്യമായതൊന്നുമില്ല. അല്ല, എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലവുമില്ല. ഒന്ന് പറഞ്ഞ് ഞാനൊരു അത്ഭുതമാണെന്ന് പറഞ്ഞാട്ടെ. കാരണം കർത്താവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ. അവിടുത്തെ വലിയ അത്ഭുതങ്ങൾ കൊണ്ട് ഈ കുടുംബങ്ങൾ ഓരോന്നും നിറയട്ടെ അപ്പാ. ഈ കുടുംബങ്ങൾ ഓരോന്നും നിറയട്ടെ അപ്പാ. ഈ കുടുംബങ്ങൾ ഓരോന്നും നിറയട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവേ, ചിലത് ചെയ്യുവാൻ ധൈര്യമില്ല, ചിലതിനെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. കർത്താവെ, ചില സാഹചര്യങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്നില്ല. കർത്താവെ, ഈ കുടുംബങ്ങൾ കർത്താവിൻ്റെ ശക്തിയുടെ മഹത്വം അപ്പം ആ വീര്യം അവർ അനുഭവിക്കട്ടെ അപ്പാ. ധൈര്യത്തോടെ ചിലതിൽ സ്റ്റെപ്പ് വെക്കുവാൻ കഴിയട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ അനുഭവിക്കട്ടെ അപ്പാ. ദൈവത്തെ അനുഭവിക്കട്ടെ. അമിതമായി മുടി കൊഴിയുന്ന ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി പറയുന്നത് മുടി അഴിച്ചിട്ടാൽ ആ ഉടുപ്പ് മുഴുവനും മുടിയാകുക, അത്രത്തോളം മുടി കൊഴിയുക. മുടിയിൽ നിന്ന് തൊട്ട് കഴിഞ്ഞാൽ മുടി മൊത്തം ഊരിപ്പോരുന്ന പോലത്തെ അവസ്ഥയാണ്. കർത്താവെ,
ആ വ്യക്തിയുടെ ആ ശാരീരിക പ്രയാസം മാറട്ടെ അപ്പ, മുടികൊഴിച്ചിൽ മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ അനുഭവിക്കട്ടെ അപ്പ. താങ്ക് യു ജീസസ്. ഈ കുടുംബങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തോർത്ത് നന്ദി പറയുന്നു. ഈ കുടുംബങ്ങളിൽ അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തോർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ആമേൻ. ഒരു വ്യക്തി ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. ആ വ്യക്തിക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ ബുദ്ധിമുട്ടാണ്. കർത്താവെ അത് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ അപ്പാ. അതേപോലെ തന്നെ എനിക്കൊരു വ്യക്തിയെ കാണാം, ചില ആഹാരം കഴിഞ്ഞാൽ ദേഹം മൊത്തം തടിച്ചു വീഴുക, എന്താണെന്ന് മനസ്സിലാകുന്നില്ല, ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് അത് നിമിത്തം. കർത്താവെ ആ അലർജി മാറിപ്പോകട്ടെ അപ്പാ. തൻ്റെ ശരീരം അതിനോട് പ്രതികരിക്കുന്നത് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അപ്പാ. ആ പ്രയാസം നീങ്ങിപ്പോകട്ടെ, ആ പ്രയാസം നീങ്ങിപ്പോകട്ടെ. സ്വർഗീയ പിതാവിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഈ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയവും കർത്താവെ ശ്രദ്ധയോടെ കേട്ട് അതിന് മറുപടിയെ നൽകുന്ന കർത്താവെ, അവിടുത്തെ പ്രവൃത്തി അയക്കുന്ന സ്വർഗത്തിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും കൃപയിലും നമുക്ക് എന്നുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.